ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ കുറച്ച് ഏജായ ആളുകൾക്കൊക്കെ യോഗാസനങ്ങളും കുറച്ച് വലിയ എക്സസൈസുകളൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കസേരയിൽ ഇരുന്ന് ചെയ്യുന്ന ആളുകളുണ്ട്, സ്റ്റൂളിൽ ഇരുന്ന് ചെയ്യുന്ന ആളുകളുണ്ട്, നിന്ന് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ അധികം കുറച്ച് ഏജായ ആളുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള എക്സസൈസുകളൊക്കെ ഉണ്ട്. നമുക്കത് കുറച്ച് സിമ്പിളായ എക്സസൈസുകളൊക്കെ ചെയ്ത് അതായത് കുറച്ച് ഓൾഡ് ഏജ് ആയ ആളുകൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. വളരെ സിമ്പിളായ എക്സസൈസുകൾ. അത് അവർക്ക് ഒരു കസേരയിലൊക്കെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു എക്സസൈസ് ആണ്. പക്ഷെ ഞാൻ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അവർക്കത് ഇരുന്നു കൊണ്ട് ചെയ്യാം. അപ്പം കാലിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഇരുന്ന് ചെയ്യാമല്ലോ. നമ്മൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇരുന്ന് ചെയ്യാമല്ലോ. ഇരുന്ന് ചെയ്യാമല്ലോ. നമ്മൾ ഇങ്ങനെ ചെയ്യാമല്ലോ. ഇങ്ങനെ ചെയ്യാണ് ഇരുന്ന് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഒരു സ്റ്റൂളിൽ ഇരിക്കുകയാണെന്നുള്ളത് നമ്മൾ കസേരയിൽ ബാക്കുള്ള കസേരയാണെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ, സ്റ്റൂളിലൊക്കെ ഇരുന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു എക്സസൈസുകളും ചെയ്ത് നോക്കുകയാണ്. ഇനി പ്രായമുള്ള ആളുകളായാലും കുറച്ച് നേരത്തെ എണീക്കുമ്പോൾ അതൊരു നല്ലൊരു ഫ്രഷ്നെസ്സോട് കൂടി ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പ്രായമായ ആളുകൾ കുറെ വൈകി എണീക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ആ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു ഫ്രഷ്നെസ് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ എണീക്കണം. നേരത്തെ എണീറ്റ് യോഗാസനങ്ങൾ ചെറിയ ചെറിയ സിമ്പിൾ എക്സസൈസുകളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് നടക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു നല്ലൊരു ശാരീരികവും മാനസികവും നല്ലൊരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞ് എക്സസൈസുകൾ ചെയ്ത് നോക്കുക അല്ലേ. ആദ്യം സാവധാനം നടന്നു നോക്കുക. 1 2 ബാക്കിലോട്ടൊക്കെ പ്രായമുള്ള ആളുകൾക്ക് ബാക്കോട്ട് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു കുറച്ച് പുറത്തൂടെ നടന്നു വന്നാലും കുഴപ്പമൊന്നുമില്ല. പുറത്ത് നമ്മൾ വീടിന്റെ ചുറ്റൊക്കെ പതുക്കെ നടന്ന് വരാമല്ലോ. എന്നിട്ട് നടന്നിട്ട് പതുക്കെ വന്നിട്ട് സാവധാനമൊക്കെ ഇങ്ങനെയൊക്കെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊക്കെ സാവധാനമൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു എക്സസൈസാണ്. നമ്മളെപ്പോൾ ചെയ്താലും നല്ലൊരു എക്സസൈസ് എങ്ങനെ ചെയ്യുന്നത്. അതും കൂടെ ചെയ്ത് നോക്കട്ടോ. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6. ഇതൊക്കെ ചെയ്യുമ്പോൾ സ്റ്റൂളുമ്പിൽ ഇരിക്കണം എന്നില്ല. ചില സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്റ്റൂൾ അടുത്ത് വെച്ചാൽ മതി. അപ്പൊ ആ സ്റ്റൂള് ഇരിക്കണം തോന്നുമ്പോൾ ഇരുന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിന്ന് ചെയ്യാം. നിൽക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവില്ല, അവരൊക്കെ നിന്ന് ചെയ്താൽ മതി. ഇനി അടുത്തത് 1 2 ഇതൊക്കെ ചെയ്യാലോ. ഒരു പിരിച്ചിൽ കിട്ടും. ഇവിടെ എങ്ങനെ ഒരു പിരിച്ചിൽ. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ഇപ്പൊ നമ്മൾ ചെയ്ത ചെറിയ സിമ്പിളായിട്ടുള്ളതല്ലേ ചെയ്തത്. അപ്പൊ ഇനി നമുക്കൊരു 1 2 3 4 5 6 7 8 9 10. ഇനി ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം ചെയ്തോണ്ട് തന്നെ കുറച്ച് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ആക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 3 4 5 6 7 8 9 10. അങ്ങനെ കുറേ അത് ചെയ്യാം. എന്നിട്ട് ഇനി സ്ഥലത്ത് 1 2 3 സാവധാനം ചെയ്താൽ മതി. 4 5 6 7 കൂളായിട്ട് ചെയ്താൽ മതി. 8 9 10 10 9 8 7 6 5 4 3 2 1. അപ്പൊ അങ്ങനെ കുറേ അങ്ങോട്ട് ചെയ്യാം. പിന്നെ നമ്മള് നിന്നിട്ട് കുറച്ച്
കാലുകൊണ്ടൊക്കെ ഒന്നിങ്ങനെ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ഒന്ന് ക്രോസ് ആയിട്ട് 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ഇനി കുറച്ചും കൂടി കാല് പൊക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ 1 അല്ലെങ്കിൽ മറ്റത് തന്നെ ചെയ്യുക. 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. അത് കുറച്ച് വയറൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ച് വയറൊക്കെ പോകാൻ നല്ലതാണ്. ആവുമെങ്കിൽ ചെയ്യുക സാവധാനം. നേരത്തെ സ്പീഡാണ്, നിങ്ങൾ സ്പീഡ് കുറച്ച് ചെയ്താൽ മതി. പിന്നെ ഇങ്ങനെയൊന്ന് കുറേ ഇങ്ങനെയൊക്കെ കാലുകൊണ്ടൊക്കെ ഒന്ന് കളിച്ച് നോക്കുക. ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് ചെയ്ത് നോക്കുക. ആവാണ്ട് നിൽക്കുന്ന സമയത്ത് കുറച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുക. കുറച്ച് നടന്ന് നോക്കുക, ചെയ്യുക. പിന്നെ കുറച്ച് നടക്കുക. 2 3 4 5. നല്ലൊരു ഹെഡ് റൊട്ടേഷൻ കൊടുക്കണം. ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും. അത് 5 പ്രാവശ്യം ലെഫ്റ്റിലേക്കും 5 പ്രാവശ്യം റൈറ്റിലേക്കും, അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗണും. അങ്ങനെ ദീർഘശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ചെയ്യുക. അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കുക. അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കുമ്പോൾ സാവധാനത്തിൽ ചെയ്യണം. ഹെഡ് റൊട്ടേഷൻ ആണെങ്കിലും വളരെ സാവധാനമേ ചെയ്യാവൂ. നെക്സ്റ്റ് ഒരു സൈഡ് ബെൻഡിങ് ആയിട്ടാണ് കൊടുക്കുന്നത്. അത് ഒരു 20 തവണ ചെയ്യാം. ഒരുപാട് ബെൻഡ് ചെയ്യണ്ട. വാരി ഭാഗത്തൊക്കെ അതിനൊക്കെ എല്ലുകൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വാരി എല്ലുകൾക്കൊക്കെ. അതുകൊണ്ട് ഒരുപാട് ബെൻഡ് ചെയ്യണ്ട. ഒരു 20 തവണ ചെയ്യാം.
ഇനി കൈ മുഷ്ടി ചുരുട്ടിയിട്ട് ശക്തിയിൽ വലത്തോട്ടും ഇടത്തോട്ടും ഒരു 20 തവണ ചെയ്യാം. ശ്വാസം എടുക്കുക, വിടുക നന്നായിട്ട്. അടുത്തതൊരു കൈ കൊണ്ട് റൊട്ടേറ്റ് ചെയ്യാം. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കാല് അടുപ്പിച്ച് പിടിക്കുക. ലെഫ്റ്റിലേക്കും ചെയ്യുക, റൈറ്റിലേക്കും ചെയ്യുക. ഓപ്പോസിറ്റും ചെയ്യുക. അല്ല, ഷോൾഡറിൽ നീരൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയും. നല്ല ഷോൾഡർ മൂവ്മെൻറ്റ് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനും പൊക്കാനും മുകളിലുള്ള സാധനങ്ങളൊക്കെ വെച്ചത് എടുക്കാനൊക്കെ ഒരു ഈസി ആയിരിക്കും. ഇതൊന്ന് ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുക, നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അല്ല, ഹിപ്പ് അറിഞ്ഞുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുക. ഒരു 20 തവണ ചെയ്യുക, ലെഫ്റ്റ് റൈറ്റും ആയിട്ട്. ഓപ്പോസിറ്റ് ചെയ്യാം. ഇനി നീ റൊട്ടേറ്റ് ചെയ്യുന്നു, ലെഫ്റ്റ് ടു റൈറ്റ്. 10 ടൈംസ് ലെഫ്റ്റും 10 ടൈംസ് റൈറ്റും. ലെഫ്റ്റ് ടു റൈറ്റും. ഇനി ലെഗ് റൊട്ടേറ്റ്, ലെഫ്റ്റിലും റൈറ്റിലും. ലെഗ് ഒന്ന് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യാം. ആ വിരലുകൾ നന്നായിട്ട് പൊക്കി കൊടുക്കുക, താഴ്ത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ടോമിനും നല്ലൊരു ഹീലിനും ടോമിനും നല്ലൊരു ആയാസം കിട്ടും. ലെഫ്റ്റ് കാലും ചെയ്യാം. നല്ല റൊട്ടേറ്റ് ചെയ്ത് കാലിന് നല്ലൊരു വെരിക്കോസ് വെയിനൊക്കെ ഉള്ള ആളുകൾക്ക് നല്ലൊരു ബുദ്ധിമുട്ടൊക്കെ കുറയും. കൈ ലോക്ക് ചെയ്തിട്ട് ഹിപ്പ് പൊക്കിയിട്ട് ഹീല് പൊക്കിയിട്ട് ചെയ്യാം. നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും ശരീരത്തിന്. അങ്ങനെ ഒരു 20 ടൈംസ് നമ്മൾ എണ്ണുന്നത് വരെ ചെയ്യാം. ശരീരം നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും അത്. ഇനി
10 തവണ നിന്നിട്ട് ഒരേ പൊസിഷനിൽ നിന്നിട്ട് പിന്നെ കാല് മാറ്റണം, ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്ന് കാൽ താഴ്ത്തി വെച്ചിട്ട് വീണ്ടും അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ കാല് അകത്തി വെച്ചിട്ട് കൈ കണ്ണിന് നേരെ വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 20 തവണ എണ്ണുന്നത് വരെ ഒരു 20 സെക്കൻഡ് അതേ പൊസിഷനിൽ നിൽക്കുക, നന്നായി സ്ട്രെച്ച് ചെയ്തിട്ട്. ഇനി നെറ്റിക്ക് നേരെ കൊടുക്കുക. അങ്ങനെ നെറ്റിക്ക് നേരെ വെച്ചിട്ട് നല്ല സ്ട്രെയിറ്റായിട്ട് പിടിച്ച് നിൽക്കുക. തലയ്ക്ക് മുകളിൽ, കണ്ണിന് നേരെ, നെറ്റിക്ക് നേരെ. ഇനി സൈഡിലേക്ക് ബെൻഡ് ചെയ്തിട്ട് സൈഡിലേക്ക്, അത് ലെഫ്റ്റിലേക്ക് അല്ല റൈറ്റിലേക്ക്, അത് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. അത് ശരീരം നല്ല സ്ട്രെച്ചിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഇതൊന്ന് നേരെ എന്താ നമുക്കൊരു ആയാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സാവധാനം ചെയ്യാം. ഏതൊക്കെ ശരീരം സ്ട്രെച്ച് ആവാൻ വേണ്ടിയിട്ട് ചെയ്ത് അതുകൊണ്ട് ആ ഒരു ശരീരത്തിൻ്റെ ഇത് കുറയാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാം. ഒരു 20 സെക്കൻഡ് ചെയ്യാം. ഇനി കൈ ഷോൾഡർ ലെവൽ പിടിച്ചിട്ട് നന്നായിട്ട് ഷോൾഡറിലേക്ക് കൊണ്ടുവരിക, കൈ വിരിച്ച് താഴേക്ക് വിടുക. കൈക്ക് നല്ലൊരു എക്സസൈസാണത്. നെർവുകൾക്കൊക്കെ നല്ലൊരു വിരിച്ചിൽ കിട്ടി. കൈ നല്ലോണം വിരിച്ച് താഴേക്ക് ഇടണം. ഇനി കൈ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യണം. കണ്ടില്ല, അങ്ങനെ തിരിഞ്ഞ് വരണം. അതുപോലെ അപ്പം തന്നെ മുന്നിലോട്ട് കൈ മുന്നിലേക്ക് വെച്ചിട്ട് അതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ കൈ മുന്നോട്ട് നീട്ടി വെക്കുക, മുട്ട് മടക്കുക, ഷോൾഡറിലേക്ക് പോവുക. ഒരു 20 സെക്കൻഡ് അതുപോലെ ചെയ്യുക. അത് ഇനി കൈകളൊന്ന് റൊട്ടേറ്റ് ചെയ്യുക, കൈപ്പത്തി റൊട്ടേറ്റ് ചെയ്യുക. ഇനി ഓപ്പോസിറ്റിലേക്കും ചെയ്യാം. ഇനി കൈ വിരലുകൾ ചുരുട്ടി പിടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാത്. ചെറുതായിട്ടൊന്ന് നടക്കുക, ഒരു റിലാക്സിന് വേണ്ടിയിട്ട്. നല്ല സ്ട്രെച്ചിങ് കിട്ടാൻ വേണ്ടി നന്നായിട്ടൊന്ന്, വയറിനൊക്കെ നല്ലൊരു ആയാസമാണ് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത്. നന്നായിട്ട് കൈ ഉള്ളിലേക്ക് വീശി പോവുക. അപ്പം വയറൊന്ന്
ഒടിഞ്ഞ് കിട്ടണം. നല്ല ബാക്ക് ആൻഡ് ഫോർവേഡ്, ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും സ്ട്രെച്ച് ചെയ്യാം. ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ബെൻഡിങ്. അത് നന്നായിട്ട് വളയും കേട്ടോ. വയറ് നല്ലോണം പുറത്തോട്ട് തള്ളി വരുന്ന രീതിയിൽ ചെയ്യണം. ബാക്കോട്ട് വളയുന്ന സമയത്ത് നമ്മളെ പ്രായമുള്ള ആളുകൾ ചെയ്യുമ്പോൾ ഒരുപാട് ബാക്കോട്ട് വളയണ്ട. അതുപോലെ ഫ്രണ്ടിലോട്ടും അങ്ങനെ കുനിയണ്ട. BP ഒക്കെ കൂടുതലുള്ള ആളുകൾ അങ്ങനെ താഴോട്ട് അധികം കുനിയാൻ പാടില്ല. നമുക്ക് പറ്റുന്ന പാകത്തിന് മാത്രം ചെയ്താൽ മതി. പിന്നെ അധികമായിട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ ബാലൻസിൻ്റെ പ്രശ്നമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ബാലൻസിൻ്റെ പ്രശ്നമുള്ള ആളുകൾ അധികം ബാക്കിലോട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല, ഫ്രണ്ടിലോട്ട് അധികം കുനിയരുത്. വളരെ ശ്രദ്ധിച്ച് വേണം കാര്യം ചെയ്യണമെങ്കിൽ. ഒരു എക്സസൈസ് ചെയ്യാന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. പിന്നെ കൈയൊക്കെ ഒന്ന് ഉരസി മുഖമൊക്കെ ഒന്ന് ചൂടാക്കണം. ഇടയ്ക്ക് ഓരോ യോഗ ചെയ്ത് കഴിയുന്നേരം, എക്സസൈസുകൾ ചെയ്ത് കഴിയുന്നേരം മുഖം ഒന്ന് ഫ്രഷ് ആക്കി എടുക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കൊന്ന് കൈയൊന്ന് തിരുമിയിട്ട് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുകയാണ്. മെഡിറ്റേഷൻ ചെയ്യാം, യോഗ നിദ്ര ചെയ്യാം, മെഡിറ്റേഷൻ. പിന്നെ ഒരു IRT എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു 20 മിനിറ്റ് നമ്മൾ കിടന്നുകൊണ്ട് എന്താ പറയുക, പിന്നെ IRT ഇൻസ്റ്റൻറ്റ് റിലാക്സേഷൻ ടെക്നിക്ക്.